താടിയെല്ലാം അങ്ങനെ കാണാനാണോ? കാണാട്ടോ, ഇവിടെ കയറി ഇരുന്നിട്ട് കാണാം. ഉള്ളിലേക്ക് പോരും. ഇല്ല, കാട്ടാതെ പോവില്ല, കാട്ടാതെ പോവില്ല കേട്ടോ. ഉറപ്പായിട്ട് കാട്ടും. പതുക്കെ കയറിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. ആയിക്കോട്ടെ, എല്ലാവരും ഇവരെല്ലാവരും നമ്മുടെ ടി വിക്കാരാണല്ലോ. അമ്മമ്മ വരുന്ന കണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നേ ഉള്ളൂ. കേട്ടോ, എല്ലാവരും ഒരേ മാതിരി, എല്ലാവരും ഒരേ മാതിരി. കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർ ഒഴിഞ്ഞു അല്ലാത്തൊരു കുഴപ്പക്കാരായിട്ടില്ലെങ്കിൽ മാത്രമേ അമ്മമ്മ കാണിക്കുള്ളൂ അല്ലേ? അത്ര ഇവരെയൊക്കെ പുറത്തേക്ക് ആക്കുക, ഇവരെ അകത്തേക്ക് നേരിട്ട് ഞാൻ അങ്ങനെ പോകും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രായം ചെന്നൊരു വോട്ടറാണ് മാണിക്കുട്ടി. അമ്മ മുഖ്യമന്ത്രി അടക്കം കാണാൻ വന്നതാണ് അല്ലേ? കണ്ടോ? എന്ത് പറഞ്ഞു? എന്തായിരുന്നു പറയാനുണ്ടായിരുന്നു? അതിപ്പോൾ എന്താണ് നല്ലത്, കുറച്ച് ഓർമ്മിക്കുക വേണം. ഇത്രയും വയസ്സായില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് വന്ന് ചാടിയാൽ നമ്മൾ കുടിക്കില്ലേ? അതാ പിള്ള പെട്ടെന്ന് കണ്ടു അല്ലേ? പെട്ടെന്ന് കണ്ടു. എന്തു പറഞ്ഞു മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെന്താ ചെയ്യുക? അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മളിപ്പോൾ ഇളകി നിൽക്കുക. ശൈലജ ടീച്ചറേയും എം സ്വരാജൻ സ്ഥാനാർത്ഥിയൊക്കെ കണ്ടിരുന്നല്ലോ അല്ലേ? ഇന്നോ? ഇപ്പോൾ വന്നപ്പോൾ കണ്ടിരുന്നല്ലോ ശൈലജ ടീച്ചറൊക്കെ. കമ്മ്യൂണിസ്റ്റാണ്. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞതും. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരെയും കാണാമെന്ന് തീരുമാനിച്ചേ? നമുക്കുള്ള ആൾക്കാരല്ലേ, പാർട്ടി മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തട്ടാൻ പറ്റും. അപ്പോൾ വന്നവരൊക്കെ നമ്മളൊക്കെ കണ്ട് നല്ല സന്തോഷമായി. ഇനി വോട്ടിൻ്റെ അന്ന് എല്ലാവരും ഒത്തുകൂടിയിട്ട് അവരെ തീരുമാനിക്കാം കേട്ടോ. എല്ലാവരും കണ്ടു സന്തോഷമായി. ആര് ജയിക്കും തെരഞ്ഞെടുപ്പിൽ? അത് കുറച്ച് ഞാൻ പറയാം. എന്തായാലും അമ്മ കട്ട പാർട്ടിയാണ്. മുഖ്യമന്ത്രിയും മറ്റ് എല്ലാവരെയും ഒന്ന് കാണാൻ വന്നതാണ്. കണ്ടത് വലിയ സന്തോഷമായെന്നാണ് അമ്മ പറയുന്നത്. ക്യാമറാമാൻ ബിനു പാമ്പയ്ക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.